Good morning, students. Plus 2 സാമ്പത്തിക ശാസ്ത്ര ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യും. So we are discussing the third chapter of microeconomics, production and cost. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിലെ മൂന്നാമത്തെ അധ്യായമായ ഉൽപ്പന്നവും ചെലവും എന്ന പാഠഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. In the last class we discussed about isocons. സമോ ഉൽപ്പന്ന വക്രത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. In this session we are going to discuss three concepts: total product, average product and marginal product. മൊത്തം ഉൽപ്പന്നം, ശരാശരി ഉൽപ്പന്നം, സീമാന്ത ഉൽപ്പന്നം, ഈ മൂന്ന് ആശയങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. സോ ടോട്ടൽ പ്രൊഡക്റ്റ്, ആവറേജ് പ്രൊഡക്റ്റ് ആൻഡ് മാർജിനൽ പ്രൊഡക്റ്റ്. ടോട്ടൽ പ്രൊഡക്റ്റിന് മലയാളത്തിൽ മൊത്തം ഉൽപ്പന്നം എന്ന് പറയും. ആവറേജ് പ്രൊഡക്റ്റ് ശരാശരി ഉൽപ്പന്നം, മാർജിനൽ പ്രൊഡക്റ്റ് സീമാന്ത ഉൽപ്പന്നം. ഈ ഓരോ ആശയത്തെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാം. സോ ഫസ്റ്റ് ഈസ് ടോട്ടൽ പ്രൊഡക്റ്റ്, മൊത്തം ഉൽപ്പന്നം. We have already studied in the short run, one input is fixed and the other input is variable. ഹ്രസ്വകാലയളവിൽ ഒരു ഇൻപുട്ടിനെ അല്ലെങ്കിൽ ഒരു നിവേശത്തെ നമ്മൾ മാറാതെ നിലനിർത്തുകയാണ്. ഇറ്റ് ഈസ് കോൺസ്റ്റന്റ്. ആൻഡ് മറ്റൊരു നിവേശം നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇറ്റ് ഈസ് വാരിയബിൾ. അങ്ങനെയെങ്കിൽ ഈ മാറിക്കൊണ്ടിരിക്കുന്ന നിവേശവും ഉൽപ്പന്നവും തമ്മിലുള്ള ബന്ധം, അതിനെയാണ് ടോട്ടൽ പ്രൊഡക്റ്റ് ഓർ മൊത്തം ഉൽപ്പന്നം എന്ന് പറയുന്നത്. യു സീ, ഇൻ ദ ഷോർട്ട് റൺ വി ആർ assuming that one input is fixed and the other input is variable, and the relation between this variable input and the output produced is referred to as the total product. ഒരു പട്ടികയിലൂടെ നമുക്കിത് വളരെ വിശദമായിട്ട് മനസ്സിലാക്കാം. See, suppose there are two inputs and we take one input as labor and other input as capital, and the third column is about the output. And here the labor is the variable factor or variable input. മാറിക്കൊണ്ടിരിക്കുന്ന നിവേശം ലേബറാണ്. ലേബറിനെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്, അധ്വാനത്തെ. ആൻഡ് ദ ക്യാപിറ്റൽ ഈസ് ഫിക്സ്ഡ്. യു സി, ക്യാപിറ്റൽ മീൻസ് ഇവിടെ മൂലധനത്തെ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്തുകയാണ്. ഇറ്റ് ഈസ് നോട്ട് ചേഞ്ചിങ്, or we can call this as fixed input. Okay, and what is the relation between this changing input or variable input and the output? മാറിക്കൊണ്ടിരിക്കുന്ന നിവേശവും ഉൽപ്പന്നവും തമ്മിലുള്ള ബന്ധം, അതാണ് ശരിക്കും യഥാർത്ഥത്തിൽ total product. It is not referred to as total product. See, the labor, when labor is changing, that is 0, 1, 2, 3, 4, 5 and 6. And what about capital? It is fixed as 4 units. 4, 4, 4 and 4. And see, when 0 units of labor and 4 units of capital is used, no output is produced. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയതാണ്. ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, സോ വെൻ 0 യൂണിറ്റ് ഓഫ് ലേബർ ആൻഡ് 4 യൂണിറ്റ് ഓഫ് ക്യാപിറ്റൽ, 0 യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് is produced. Then the labor is increased to 1, but the capital remains fixed as 4.
and the output produced is 10. And when again the labor changed to 2 and the capital is fixed, that is 4, and the output increased to 24. And again 3 and 4, the output is 40, and 4 and 4, the output is 50, 5 and 4, it is 56, and 6 and 4, it is 57. So this table represents the relationship between the variable input and the output produced. Okay. And this output produced is referred to as total product. Or we can say when the units of labor is increased, we see the total product is increasing. ഇവിടെ നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്ന നിവേശം, അതായത് ഇവിടെ അധ്വാനത്തെ കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ടോട്ടൽ പ്രൊഡക്റ്റും എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഈവൻ ദോ ദ ക്യാപിറ്റൽ ഈസ് ഫിക്സ്ഡ്. സോ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദിസ് വേരിയബിൾ ഇൻപുട്ട്, വിഭേദക നിവേശം എന്ന് നമുക്കിതിനെ പറയാം. വിഭേദക നിവേശം, ലേബർ വേരിയബിൾ ഇൻപുട്ടാണ്. ഈ വേരിയബിൾ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ഈ ഒരു ബന്ധം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടോട്ടൽ പ്രൊഡക്റ്റ്. അപ്പോൾ സി ദിസ് ടോട്ടൽ പ്രൊഡക്റ്റ് വി ക്യാൻ കോൾ ഇറ്റ് ആസ്, ഈ ഔട്ട്പുട്ടിനെ നമ്മൾ എന്ത് പറയാം? TP ഓർ ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറയാം. ഇതാണ് മൊത്തം ഉൽപ്പന്നം. ഈ വേരിയബിൾ ഇൻപുട്ടിൻ്റെ മൊത്തം ഉൽപ്പന്നം എന്ന് പറയുന്നതാണ് ഈ കോളത്തിൽ, തേർഡ് കോളത്തിൽ കാണുന്നത്. ഓക്കെ, സോ ടോട്ടൽ പ്രൊഡക്റ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വേരിയബിൾ ഇൻപുട്ട് ആൻഡ് ദ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഇവിടെ ടോട്ടൽ പ്രൊഡക്റ്റിന് എന്താ സംഭവിക്കുന്നത്? ഈ ലേബറിൻ്റെ യൂണിറ്റ്, അപ്പം ലേബറിൻ്റെ ഓരോ യൂണിറ്റും കൂട്ടുമ്പോഴും ടോട്ടൽ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. സി when 1 unit of labor is used, 10 units of output produced, total product is 10. When 4 units, total product is 50. When it is 6 units, total product is 57. So we can say when the variable input is increasing and all other inputs here, capital remains constant, the total product is increasing. So that is all about the total product. മൊത്തം ഉൽപ്പന്നം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി. So next we are going to discuss about average product. So next is average product. ശരാശരി ഉൽപ്പന്നം എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. So average product is referred to as the output per unit of the variable input. വിഭേദക ഘടകത്തിൻ്റെ ഒരു മാത്രയുടെ ഉൽപ്പന്നത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ശരാശരി ഉൽപ്പന്നം. നമുക്കൊരു പട്ടികയിൽ കൂടെ വളരെ വിശദമായിട്ട് അത് മനസ്സിലാക്കാം. സി the labor is the variable input and capital is the fixed input. അധ്വാനമാണ് ഇവിടെ വിഭേദക ഘടകം, that is variable input, and capital is the fixed input. അപ്പോൾ നമ്മൾ ഈ പട്ടിക ഉണ്ടാക്കുന്ന സമയത്ത് ഈ ക്യാപിറ്റൽ എന്ന് പറയുന്ന ആ കോളം ഒഴിവാക്കുകയാണ്. നമ്മൾ അറിയാം ക്യാപിറ്റൽ ഈസ് 4 units, ഇറ്റ് ഈസ് ഫിക്സ്ഡ്. സോ ലേബർ ഈസ് 0, 1, 2, 3, 4 and 5 and 6. And the total product we already studied, it is 0, then 10, 24, 40, 50 and 56, 57. So total product is the relationship between the variable input, here labor, and the output produced. Okay. So next is average product. So what do you mean by this average product? ശരാശരി ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ എന്താണ്? Average product is the output produced per unit of the variable input. വിഭേദക ഘടകത്തിൻ്റെ ഒരു മാത്ര ഉൽപ്പാദിപ്പിക്കുന്ന ഔട്ട്പുട്ടിനെയാണ്, ഉൽപ്പന്നത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്?
ശരാശരി ഉൽപ്പന്നം എന്ന് പറയുന്നത്. ഈ ശരാശരി ഉൽപ്പന്നം കാണാനുള്ള ഒരു ഫോർമുല ഉണ്ട്. ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ലേബർ. ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ലേബർ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ലേബർ മാറിയപ്പോഴാണ് ഉൽപ്പന്നത്തിൻ്റെ അളവിലും എന്ത് വരുന്നത്, മാറ്റം വരുന്നത്. അപ്പം ലേബറുടെ കോൺട്രിബ്യൂഷൻ, ഈ ക്യാപിറ്റൽ ഈസ് ഫിക്സ്ഡ്. അപ്പോൾ ലേബറുടെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ലേബറിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രത്തോളം ഉണ്ട്, അധ്വാനത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ആവറേജ് പ്രൊഡക്റ്റും അതുപോലെ തന്നെ മാർജിനൽ പ്രൊഡക്റ്റും സീമാന്ത പ്രൊഡക്റ്റും മനസ്സിലാക്കി തരുന്നത്. സോ വാട്ട് ഈസ് എ കോൺട്രിബ്യൂഷൻ ഓഫ് 1 യൂണിറ്റ് ഓഫ് ലേബർ ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആവറേജ് പ്രൊഡക്റ്റ്. അത് കാണുന്നത് APL ഈസ് ഈക്വൽ ടു ടോട്ടൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഡിവൈഡഡ് ബൈ ലേബർ. അപ്പം ഈ ഒരു ഫോർമുലയാണ് ആവറേജ് പ്രൊഡക്റ്റ് കാണാനുള്ളത്. ശരാശരി ഉൽപ്പന്നം, വിഭേദക ഘടകത്തിൻ്റെ ശരാശരി ഉൽപ്പന്നം കാണാൻ എന്ത് ചെയ്താൽ മതി, ടോട്ടൽ പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ ലേബർ. ഓക്കെ, ഹിയർ there will be no average product because the input cannot be negative, so average product will be nil. And when 1 unit of labor and when total product is 10, the average product will be എന്തായിരിക്കും, ഈ ഒരു ഫോർമുല വെച്ചിട്ട് total product is 10 and labor used is 1, so 10 by 1, that is 10. So when use 2 units of labor and the total product increased to 24, so what will be the average product? It is 24 by 2. Total product is 24 and the labor used is 2, so 24 by 2 is 12. And in the case of third unit of labor and 40 units of total product, what will be the average product? It is 40 by 3. So 40 by 3 is 13.33. So next is 50 by 4. 4 units of labor and 50 units of total product. Then the average product is 50 divided by 4. TPL divided by L. So 50 by 4 is 12.5. Then 5 units of labor and 56 units of total product. Then average product is 56 divided by 5. It is 11.2. And the last case when total product is 57 and the labor used is 6, then 56 by 6 is 9.5. 57 by 6. ഇങ്ങനെയാണ് നമ്മൾ ആവറേജ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുന്നത്. So in this way we are calculating average product. The formula is APL is equal to TPL divided by L. വിഭേദക ഘടകത്തിൻ്റെ ഒരു മാത്ര ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തെയാണ് എന്ത് പറയുന്നത്, ശരാശരി ഉൽപ്പന്നം എന്ന് പറയുന്നത്. സോ അത് കാണാനുള്ള സൂത്രവാക്യമാണ് നമ്മൾ TPL divided by L. So you know how to calculate the average product. Next we are going to discuss about the marginal product. സീമാന്ത ഉൽപ്പന്നം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് മാർജിനൽ പ്രൊഡക്റ്റ്. സീമാന്ത ഉൽപ്പന്നം, മാർജിനൽ പ്രൊഡക്റ്റ്, സീമാന്ത ഉൽപ്പന്നം. So here marginal product is defined as the change in output per unit of change in input when all other inputs are held constant. അപ്പോൾ വിഭേദക ഘടകത്തിൻ്റെ സീമാന്ത ഉൽപ്പന്നം എന്ന് പറഞ്ഞത് ഒരു മാത്ര വിഭേദക ഘടകം മാറുമ്പോൾ അതിന് ഫലമായിട്ട് മൊത്തം ഉൽപ്പന്നത്തിൽ വരുന്ന മാറ്റം എന്താണ്, എത്രയാണ് എന്ന് കാണിക്കുന്നതാണ് യഥാർത്ഥത്തിൽ സീമാന്ത ഉൽപ്പന്നം. സോ മാർജിനൽ product of a factor is defined as
the change in output. You see, the change in output as a result of the change in input when all other inputs are held constant. മാർജിനൽ പ്രൊഡക്റ്റ് കാണാനുള്ള ഒരു ഫോർമുലയാണ് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ. ഹിയർ ലേബർ ഇസ് ദ വേരിയബിൾ ഫാക്ടർ. അപ്പോൾ വിഭേദക ഘടകത്തിന്റെ സീമാന്ത ഉൽപ്പന്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ഓർ ടോട്ടൽ പ്രൊഡക്റ്റ്. ടോട്ടൽ പ്രൊഡക്റ്റിൽ വരുന്ന മാറ്റം, മൊത്തം ഉൽപ്പന്നത്തിൽ വരുന്ന മാറ്റം ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ഇൻപുട്ട്, ചേഞ്ച് ഇൻ വേരിയബിൾ ഇൻപുട്ട്. ദാറ്റ് മീൻസ് വേരിയബിൾ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ലേബറിൽ വരുന്ന മാറ്റം. അപ്പം MPL ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ഇൻപുട്ട്. നമുക്കതൊന്നും കൂടി ഷോർട്ട് എഴുതുമ്പോൾ വി ക്യാൻ സേ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ഈസ് ഡെൽറ്റ total product divided by change in input is delta L. അപ്പോൾ ഇവിടെ ഡെൽറ്റ ഇയർ ഡിനോട്ട്സ് ചേഞ്ച്, മാറ്റത്തെ കാണിക്കുന്നതാണ് ഇത് ഡെൽറ്റ. അപ്പം ടോട്ടൽ പ്രൊഡക്റ്റിൽ മൊത്തം ഉൽപ്പന്നത്തിൽ വരുന്ന മാറ്റത്തെ വിഭേദക ഘടകത്തിൽ വരുന്ന മാറ്റം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സീമാന്ത വിഭേദക ഘടകത്തിൻ്റെ സീമാന്ത ഉൽപ്പന്നം കിട്ടും. നമുക്കൊരു ടേബിളിലൂടെ വളരെ വിശദമായിട്ട് ഇത് മനസ്സിലാക്കാം. സോ ഹിയർ ലേബർ ഇസ് എ ഫിക്സഡ് വേരിയബിൾ ഫാക്ടർ 0, 1, 2, 3, 4, 5, 6 and the total product is 0, 10, 12, then total product is 0, 10, 24, 40, 50, 56 and 57. And we already calculated average product. Average product is nil here, then 10, 12, 13.33, 12.5 and 11.2 and 9.5. ഇപ്പോൾ ആവറേജ് പ്രൊഡക്റ്റ് എങ്ങനെയാണ് കിട്ടുന്നത് നമ്മൾ കണ്ടു. ശരാശരി ഉൽപ്പന്നം കിട്ടുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. APL ഈസ് ഈക്വൽ ടു TPL ഡിവൈഡഡ് ബൈ L. മൊത്തം ഉൽപ്പന്നത്തെ വേരിയബിൾ ഇൻപുട്ടിനെ, അതായത് ലേബറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് പ്രൊഡക്റ്റ് കിട്ടും. ദാറ്റ് മീൻസ് 10/1 ഈസ് ഈക്വൽ ടു 10, 24/2 ഈസ് ഈക്വൽ ടു 12, 40/3 ഈസ് ഈക്വൽ ടു 13.33, 50/4 is equal to 12.5 and 57/6 is equal to 9.5. അങ്ങനെയാണ് ഇത് കിട്ടുക. ലൈക്ക് ദാറ്റ് മാർജിനൽ പ്രൊഡക്റ്റ് കാണാനുള്ള വഴിയാണ് നമ്മളിവിടെ കണ്ടത്. MPL is equal to ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. ഒരു മാത്ര, ഇവിടെ നിന്ന് ശ്രദ്ധിക്കുക, ഒരു മാത്ര ലേബറിനെ കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ മൊത്തം ഉൽപ്പന്നത്തിൽ വരുന്ന മാറ്റം എന്താണ്? ഹിയർ യു സീ മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് നമ്മൾ കൊടുത്തു. അപ്പം ലേബർ, അതായത് വാരിയബിൾ ഇൻപുട്ട് നെഗറ്റീവ് ആവാൻ സാധ്യതയില്ലാത്തതിനാൽ ഇവിടെ MP നോട്ട് ഡിഫൈൻഡ്, MP ഈസ് നിൽ. ഓക്കെ, ഇനി ശ്രദ്ധിക്കൂ, ഈ ആവറേജ് പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും പ്രൊഡക്ഷൻ പ്രോസസ്സിൽ വാരിയബിൾ ഇൻപുട്ടിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ഓക്കെ, ഇപ്പോൾ ആവറേജ് പ്രൊഡക്റ്റ് നമ്മൾ മനസ്സിലാക്കി. ദെൻ മാർജിനൽ പ്രൊഡക്റ്റ്, വെൻ 1 യൂണിറ്റ് ഓഫ് ലേബർ ഈസ് യൂസ്ഡ്, അതായത് ഒന്നിൽ നിന്ന് 2 യൂണിറ്റ് ആയിട്ട് ലേബർ ചേഞ്ച് ചെയ്തു. അപ്പം അതിൻ്റെ അർത്ഥം 1 യൂണിറ്റ് ലേബർ കൂടുതൽ ഉപയോഗിച്ചു എന്നാണ്. അപ്പം വെൻ 1 more യൂണിറ്റ് ഓഫ് ലേബർ ഈസ് യൂസ്ഡ്, ആ യൂസ് ചെയ്ത അധിക ലേബറിൻ്റെ കോൺട്രിബ്യൂഷൻ, സംഭാവന, പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ആ അധികം യൂസ് ചെയ്ത ഒരു ലേബർ എത്ര സംഭാവന നൽകി പ്രൊഡക്ഷൻ പ്രോസസ്സിൽ, ആ ഒരു അധികം യൂണിറ്റ് ലേബറിൻ്റെ സംഭാവന എന്താണ് എന്നുള്ളതാണ് മാർജിനൽ പ്രൊഡക്റ്റ് കണ്ടെത്തുന്നത്. ഇവിടെ നോക്കൂ, 1 യൂണിറ്റ് കൂടുതൽ ലേബർ യൂസ് ചെയ്തു, അതായത് 1ൽ നിന്ന് 2 ആയപ്പോൾ 1 ലേബറും കൂടി. അപ്പോൾ എന്താ സംഭവിച്ചത്? അപ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റിന് സംഭവിച്ചത് എന്താ? മൊത്തം ഉൽപ്പന്നം 10ൽ നിന്ന് 24 കൂടി.
അപ്പോൾ ആ ഒരു യൂണിറ്റ് ലേബർ കൂടുതൽ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് എന്ത് മാറ്റമാണ്, എത്ര മാറ്റമാണ് ടോട്ടൽ പ്രൊഡക്റ്റിൽ ഉണ്ടായത് എന്നുള്ളതാണ് മാർജിനൽ പ്രൊഡക്റ്റ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യത്തെ കേസിൽ നമ്മൾ 0 എന്ന് പറയുന്ന കേസിൽ നിന്ന് ഒന്നായിട്ട് ആദ്യം നമ്മൾ ഇവിടെ ഇങ്ങനെ ചർച്ച ചെയ്യാം. 0 എന്നിൽ നിന്ന് ലേബർ 1 കൂടിയപ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റ് 0 നിന്ന് എത്രയായി കൂടി? 10 കൂടി. അപ്പം ആ ഒരു യൂണിറ്റ് ഓഫ് ലേബറിൻ്റെ സംഭാവന എത്രയാണ്? 10 യൂണിറ്റാണ്. അപ്പോൾ നമുക്ക് പറയാം മാർജിനൽ പ്രൊഡക്റ്റ് ഈസ് 10. അപ്പോൾ ഇവിടെ നമുക്കത് ഈ ഫോർമുലയുടെ നമ്മൾ ചെയ്യുമ്പോൾ ചേഞ്ച് ഇൻ ഔട്ട്പുട്ടിൽ വന്ന് അഥവാ ടോട്ടൽ പ്രൊഡക്റ്റിൽ വന്നിരുന്ന മാറ്റം 0 നിന്ന് എന്തായി? 10. അപ്പം ഔട്ട്പുട്ടിൽ വന്ന മാറ്റം 10 ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ഇൻപുട്ടിൽ വന്ന മാറ്റം, ലേബറിൽ വന്ന മാറ്റം എത്രയാണ്? 1. അപ്പോൾ 10/1 ഈസ് ഈക്വൽ ടു 10. നെക്സ്റ്റ് കേസ് നമ്മളിപ്പോൾ തന്നെ ഇതിനു മുമ്പേ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് കേസ് പിന്നെ എന്ത് സംഭവിച്ചു? വീണ്ടും ഒരു യൂണിറ്റിൽ നിന്ന് 2 യൂണിറ്റായിട്ട് ലേബർ വർദ്ധിച്ചു. അപ്പോൾ എന്താ? ടോട്ടൽ പ്രൊഡക്റ്റ് 10 നിന്ന് 24 വർദ്ധിച്ചു. അപ്പോൾ ഇവിടെ ടോട്ടൽ പ്രൊഡക്റ്റിൽ വന്നിരിക്കുന്ന മാറ്റം എത്രയാണ്? ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് എത്രയാണ്? ദാറ്റ് ഈസ് 24 മൈനസ് 10. 24 മൈനസ് 10 ഈസ് ഈക്വൽ ടു 14. 24 മൈനസ് 10 ഈസ് ഈക്വൽ ടു 14. സോ 14 ബൈ എത്ര യൂണിറ്റ് ലേബറാണ് കൂടുതൽ ഉപയോഗിച്ചത്? 1 നിന്ന് 2, 1 യൂണിറ്റ് തന്നെ. അപ്പോൾ 14/1 ഈസ് ഈക്വൽ ടു 14. സോ നെക്സ്റ്റ് 2 നിന്ന് 3 ലേബർ. അപ്പോൾ എന്ത് സംഭവിച്ചു? 24 നിന്ന് 40 യൂണിറ്റിലേക്ക് മാറി. അപ്പോൾ 40 മൈനസ് 24 അതാണ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ടിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 മൈനസ് 24. അപ്പോൾ എത്രയാണ്? 40 മൈനസ് 24 ഈസ് 16. സോ 16/1. അപ്പോൾ ഇവിടെ 16. പിന്നെ 3 നിന്ന് 4 യൂണിറ്റ് ആയപ്പോൾ 10 യൂണിറ്റ് ഔട്ട്പുട്ട് ടോട്ടൽ പ്രൊഡക്റ്റ് കൂടി. 40 നിന്ന് 50 ആയി. സോ വി ക്യാൻ സേ 10/1 ദാറ്റ് ഈസ് 10. ദെൻ 4 നിന്ന് 5 ആയപ്പോൾ 50 നിന്ന് 56 യൂണിറ്റ് ആയി. ദാറ്റ് ഈസ് 6 യൂണിറ്റ്സ് മോർ. അപ്പം 6/1 ഈസ് 6. ദെൻ 5 നിന്ന് 6 ആയപ്പോൾ 56 നിന്ന് 57 ആയി. ദാറ്റ് മീൻസ് 1/1 ദാറ്റ് ഈസ് 1. ഹിയർ യു നോ ഓരോ മാത്ര വിഭേദക നിവേശം കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ ആ മാത്ര മൂലം ടോട്ടൽ പ്രൊഡക്റ്റിൽ വരുന്ന മാറ്റത്തെയാണ് എന്ത് പറയുന്നത്? മാർജിനൽ പ്രൊഡക്റ്റ്. അപ്പം ഓരോ ലേബർ യൂണിറ്റും കൂടുതലായി ഉപയോഗിക്കുമ്പോൾ ആ ലേബർ യൂണിറ്റ് പ്രൊഡക്ഷൻ പ്രോസസ്സ് നൽകുന്ന കോൺട്രിബ്യൂഷൻ അത് കാണാൻ ഇത് ചെയ്താൽ മതി. MPL ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ഇൻപുട്ട്. അപ്പോൾ നമുക്കിവിടെ കിട്ടും 10, 14, 16, 10, 6, 1. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ മാർജിനൽ പ്രൊഡക്റ്റ്. ഇവിടെ നമ്മൾ 3 ആശയങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. ടോട്ടൽ പ്രൊഡക്റ്റ്, ആവറേജ് പ്രൊഡക്റ്റ് ആൻഡ് മാർജിനൽ പ്രൊഡക്റ്റ്. ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വേരിയബിൾ ഇൻപുട്ട് ആൻഡ് ദ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ്. അതാണ് ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആവറേജ് പ്രൊഡക്റ്റ് ഈസ് ദ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് പെർ യൂണിറ്റ് ഓഫ് ഇൻപുട്ട്. അത് കാണുമെങ്കിൽ നമ്മൾ എങ്ങനെയാണ്? ആവറേജ് പ്രൊഡക്റ്റ് ഈസ് ഈക്വൽ ടു TP/L. ദെൻ മാർജിനൽ പ്രൊഡക്റ്റ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തു. മാർജിനൽ പ്രൊഡക്റ്റ് കാണാനുള്ള സൂത്രവാക്യം ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ഇൻപുട്ട്, ഓർ വി ക്യാൻ സേ ഡെൽറ്റ TPY/ΔL. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യുകയാണ്. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രൊഡക്റ്റ് ആൻഡ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഡയഗ്രാമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനിൽ നിന്ന് നമ്മൾ ഒരു നിയമത്തെ മനസ്സിലാക്കുകയാണ്. ദാറ്റ് ഇസ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ് ആൻഡ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രൊഡക്റ്റ്. അപ്പം ഈ നിയമത്തെക്കുറിച്ച് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ടിൽ ദെൻ ഗുഡ് ബൈ. താങ്ക് യു.